ഉമ്മ ഉണ്ടാക്കണത് ഒരു സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ മക്കളെ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ആദ്യം ഇതിന് വേണ്ടി നമുക്കൊരു സോസ് ഉണ്ടാക്കാം. പിസ്സ സോസ് വീട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാക്കണ്ട. അല്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരുന്നത് പോലെ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. അതിന് വേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് തക്കാളി സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് ഒരു 4-5 ഇല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് ചില്ലി പ്ലസ് ഇട്ട് കൊടുക്കാം, എന്ന് വെച്ചാൽ വറ്റൽ മുളക് ചതച്ചത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ഒരിയാനോ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. പഞ്ചസാര സോസിലുണ്ടാവും, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാണ് നമുക്കുള്ള സോസ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിൽ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചങ്ങട്ട് ഒഴിക്കുക. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ചില്ലി പ്ലസ്, എന്ന് വെച്ചാൽ വറ്റൽ മുളക് ചതച്ചെടുത്തത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അടിച്ച് മിക്സാക്കി എടുക്കാം. മുട്ടയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ, ചില്ലി പ്ലസ് ഒക്കെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ച് മിക്സാക്കി എടുക്കാം. ഇനി മുട്ടയും പാലും പാടെ ഒന്നോടെ മിക്സായി വരട്ടെ. മക്കളെ, ഉപ്പിടുമ്പോൾ ഈ പാലിനും കൂടി കണക്കാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ പാലും മുട്ടയും പാടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു ബ്രെഡ് അങ്ങോട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഇങ്ങനെയാണ് മുറിക്കുന്നത് കേട്ടോ. ഇതേപോലെ നമുക്ക് 6 എണ്ണവും മുറിച്ചെടുക്കാം. ഞാൻ ഇതേപോലെ മുറിച്ച ബ്രെഡിനെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് 6 കഷ്ണമാണ് ഇതിനാവശ്യമുണ്ടായത്. ഇനി നിങ്ങൾ ഇതിനേക്കാളും വലിയ പാത്രമാണ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. അപ്പോൾ എണ്ണം കൂടുതലുണ്ടാവും, അതെടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തത് കേട്ടോ. മക്കളെ, ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെക്കുന്നത്. നമുക്ക് കത്തിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി വന്നാൽ 1 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് നമുക്കിനി എല്ലായിടത്തും ആക്കി കൊടുക്കാം. ബട്ടർ ഉരുകി എല്ലായിടത്തും ഒന്ന് നല്ലപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡിനെ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, അതേപോലെ നമുക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഒരിച്ചിരി ക്യാപ്പ് ഉണ്ടായിക്കോട്ടെ കേട്ടോ. മക്കളെ, ഇത് വെച്ച് കൊടുക്കുമ്പോൾ തീ കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബ്രെഡ് അടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ കലക്കി വെച്ച മുട്ടയില്ലേ, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ക്യാപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാതും പരത്തിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും പെടുന്ന രീതിക്ക് വേണം ഒഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട എല്ലാതും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. മക്കളെ, നമ്മുടെ ബ്രെഡ് വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊട്ടാതെ നമുക്ക് മെല്ലെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. നോക്കിയിട്ട് വേണം മറിച്ചിടാൻ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ മറിച്ചിടുക. ഇനി നമുക്ക് വളരെ ചെറിയ തീ വേണം വെച്ച് കൊടുക്കാൻ. ഇതിൽ നമുക്കിനി ആദ്യം നമ്മൾ ഉണ്ടാക്കിയ സോസ് ഇതിലേക്ക് എല്ലായിടത്തും തേച്ച് കൊടുക്കാം. എല്ലായിടത്തും സോസ് അങ്ങോട്ടാവണം കേട്ടോ മക്കളെ. കണ്ടില്ലേ മക്കളെ, നമ്മുടെ സോസ് എല്ലായിടത്തും പുരട്ടി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് സീസ് ഇട്ട് കൊടുക്കാം. ഇത് മുസല്ല സീസാണ്. എല്ലായിടത്തും ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കനം കുറച്ചരിഞ്ഞ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് ക്യാരറ്റും കൂടി വെതറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് 2 കഷ്ണം തക്കാളിയും കൂടി വെച്ച് കൊടുക്കാം. മക്കളെ, ഇനി നമുക്ക് ഈ ബാക്കിയുള്ള സീസണും കൂടി ഇതിൻ്റെ മേലെ വെതറി ഇട്ട് കൊടുക്കാം. നമുക്കിനി മൂടി വെച്ച് ചെറിയ തീ വെച്ച് ഈ പച്ചക്കറിയൊക്കെ പകുതി വെന്ത് നമ്മുടെ സീസൊക്കെ ഒന്ന് ഉരുകി വരട്ടെ, അതുവരെ കത്തിക്കാം. അപ്പം മക്കളെ, നമ്മുടെ സ്നാക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. സീസൊക്കെ ഉരുകി കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. മക്കളെ, നമ്മുടെ സ്നാക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളെ, നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇനി ഞാനിതാ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് എല്ലാ മക്കൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ദിവസവും നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കുമല്ലോ, അത് ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഒരു ദിവസം ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.